പ്രഥമ പൂജനീയനായ ഗണപതിക്ക് ഏകദന്തൻ എന്ന ഒരു നാമമുള്ളതായി നമുക്കറിയാം. എങ്ങനെയാണ് ഗണപതിയുടെ രണ്ട് കൊമ്പുകളിൽ ഒന്നൊടിഞ്ഞ് ഏകദന്തനായത് എന്നതിനെ കുറിച്ച് പരശുരാമനുമായും ചന്ദ്രദേവനുമായും ബന്ധപ്പെട്ട ചില കഥകളുണ്ട്. അതിൽ മഹാഭാരതത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ഇതാണ്. ഒരിക്കൽ വേദവ്യാസൻ മഹാഭാരത കഥ വ്യാസൻ പറയുന്നത് കേട്ട് എഴുതിയെടുക്കണം എന്ന ആവശ്യത്തോടെ ഗണപതിയെ സമീപിച്ചു. ഗണപതി ഒരു നിബന്ധന വെച്ചു. അതായത് കഥ പറയാൻ ആരംഭിച്ചാൽ തീരുന്നതുവരെ ഇടയിൽ നിർത്താൻ പാടില്ല. വ്യാസമഹർഷി അത് അംഗീകരിക്കുകയും പകരം മറ്റൊരു നിബന്ധന വെക്കുകയും ചെയ്തു. വ്യാസൻ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കി വേണം എഴുതേണ്ടത് എന്നായിരുന്നു ആ നിബന്ധന. ഗണപതിയും അത് അംഗീകരിച്ചു. അതേ തുടർന്ന് വ്യാസൻ ചൊല്ലുകയും ഗണപതി എഴുതുകയും ചെയ്യുന്നതിനിടെ എഴുതാനുപയോഗിച്ച തൂവലിന്റെ അഗ്രം ഒടിഞ്ഞുപോയി. എഴുതുന്നതിന് തടസ്സം വരാതിരിക്കാനായി ഗണപതി ഉടൻ തന്നെ സ്വന്തം കൊമ്പിന്റെ ഒരു ഭാഗം ഒടിച്ചെടുത്ത് അതുപയോഗിച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണത്രേ ഗണപതിക്ക് ഏകദന്തൻ എന്ന പേരുണ്ടായതെന്നാണ് ഒരു ഐതിഹ്യം.